ഹലോ ഫ്രണ്ട്സ്, DA ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഗാർഡൻ സെറ്റ് കൊച്ചു വീഡിയോ ആയിട്ട് വന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതാ ഏട്ടനൊക്കെ ഇവിടെ അത് നമ്മൾ അവിടെയുള്ള മണി പ്ലാന്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെയായിട്ട് നമ്മളത് ആദ്യം സെറ്റ് ആക്കിയത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇനി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളുള്ള മുകളിലുള്ള ആ ഒരു ചട്ടിയൊക്കെ അഴിച്ച് മാറ്റിയാണ്. അതിലൊക്കെ ഇനി ചെടി കൊടുക്കേണ്ടത്. അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കണം കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടൻ ഷീറ്റ് വലിച്ചുകൊണ്ടിട്ടാണ്. ഈ ഷീറ്റിലാണ് നമ്മൾ ചെടികളൊക്കെ റെഡിയാക്കണം. അല്ലെങ്കിൽ നമ്മളെ ചിപ്സിൽ ആകെ മണ്ണാവ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ റെഡിയാക്കുന്നത്. ആ രണ്ട് മഴക്കാക്ക കാരണം കീറിയിട്ടില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചെടികളൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിന് വേറെ താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ല. ഞാൻ അതും കൂടി ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് തുടക്കം കുറിക്കണത്. അത് ഇറങ്ങിയിട്ടുണ്ടോ? ഇവിടെ കുറച്ച് ചെടികളുണ്ട്. അത് ഞാൻ ഇടയ്ക്കൊന്ന് റെഡിയാക്കലുണ്ട്. പക്ഷെ നമ്മൾ റീപ്ലാന്റ് ചെയ്തിട്ട് കുറേ നാളായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ. ഇത് കിണർ പണീൻ്റെ സമയത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിച്ചപ്പോൾ ഇവിടെ ഫുള്ള് ചെടികളൊന്നും നോക്കാതെ ആകെ കാട് പിടിച്ച് കിടക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ടെന്ന് ദേവിടാണ് നമ്മളെ സഹായിക്കണം കേട്ടോ. നമ്മൾ സേക്ക് തൊട്ടാണ് നമ്മൾ ചെടികളൊക്കെ ഇങ്ങോട്ട് കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാടായിൻ്റെ ഇവിടെ. എവിടെ ചെറുത് പൊങ്ങോളൂ കേട്ടോ. വലുതെടുക്കണ്ടേ? അതെടുത്തോ. എവിടെ എടുക്കും. സൈഡൊക്കെ കാടായി ഒക്കെ ഒതുക്കി വെച്ചതാണ്. ഒന്നും സമയം കിട്ടാണ്ട് പിന്നെ കിണർ പണി എന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റി വെച്ചതാണ്. നമ്മൾ നേഴ്സറി തുടങ്ങുന്ന ചെടികൾ കിട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടച്ച് വിട്ടു. ഇനി ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും കാടല്ല, അതൊക്കെ ചെടികളാണ്. പിന്നെ ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ കുറേ അച്ചുണ്ട്. നമ്മൾ ഈ ഇവിടെ ഉള്ളൊക്കെ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ അവിടുത്തെ കാട് പോയി. ഇനി നമ്മൾ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പരിപാടി. നമ്മൾ ഈ ചെടിച്ചട്ടിയിലുള്ള മണ്ണുകളൊക്കെ പുറത്ത് തട്ടുക കേട്ടോ. പുറത്ത് തട്ടിയിട്ട് അതിലേക്ക് നമ്മൾ വളപ്പൊടി, അതുപോലെ ജൈവവളം, പിന്നെ ചകിരിച്ചോറ് എല്ലാം കൂടെ വിട്ട് മിക്സാക്കിയിട്ട് വീണ്ടും ചട്ടിയിലേക്ക് നിറയ്ക്കും. പുറത്ത് നമ്മൾ കുറച്ച് മണ്ണും കൂടി ആടി കിട്ടും. അതിൽ കിട്ടുന്നത് ഇതാട്ടതിക്ക് ഇടുന്ന വെള്ളം, പിന്നെ ചകിരിച്ചോറ് ഒരു ചാക്ക് വാങ്ങിയിട്ടുണ്ട്, 25 kg. ഏട്ടെന്താ ഇവിടെ ചെടീൻ്റെ ഒക്കെ വേര് ഇങ്ങനെ ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അമ്മ ചെടീനെ വേണം മണ്ണും കുഴിക്കട്ടോ. നല്ല വളക്കൂറുള്ള മണ്ണാട്ടോ. പിന്നെന്താ ടെറസിന്റെ മേലുള്ള പൊടിയാട്ടത്. കരിയില, ചാണകപ്പൊടി, ചകിരിച്ചോറ്. ഒരു പാക്കറ്റ് കൂടി വേണം. പക്ഷേ ഞങ്ങൾ ഒരു പാക്കറ്റേ ഉള്ളൂ. 120 രൂപ. ഇതെല്ലാം കൂടി മിക്സ് ആക്കണം. ഒരു കാപ്പട കൊടുക്കും.
ഇത് മറക്കലേ വലിയ ടാസ്ക്കാണ്. പിന്നെ പണ്ട് പാർക്ക് പണിക്ക് പോയ പരിചയമുണ്ട്. ഇവനാണ് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മളെ കടിക്കുന്ന ഒരു സാധനം കേട്ടത്. പൊട്ടണീച്ചാണ് ഇവിടെ. അയ്യോ കടി എത്തി. ഇത് നമ്മൾ ഇപ്പം എല്ലാവരും കുഴങ്ങിയിട്ട് അത്യാവശ്യം ദേവട്ടനെ കുഴങ്ങി കളി ആ പരിപാടി നിർത്തി. ആനിമോള് പിന്നെ പെൺകുട്ടി ആയതുകൊണ്ട് എന്താ അറിയില്ല, ഈ പരിപാടിക്കൊന്നും താല്പര്യമില്ല. ആൺകുട്ടി മാത്രമേ സഹായിക്കുന്നുള്ളൂ. പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പണിയെടുക്കുന്ന കാര്യമൊന്നും ഇഷ്ടമല്ല. പിന്നെ ഈ വെയിലുണ്ടോ, ആ ചെടിച്ചട്ടി വെച്ച് അവിടെ എത്തി. ഇനി കുറച്ച് മുമ്പ് ആ വെയിൽ ഇവിടെ എത്തും. അപ്പം ഇനി നമ്മൾക്ക് ഈ പണി തീർക്കണം. അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആക്കിയാലോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചട്ടിക്ക് ഇടാനല്ലേ ഉള്ളൂ. ഓക്കെ, ചട്ടിക്ക് ഇട്ടോ. ഉദ്ഘാടനം രണ്ടാളും കൂടെ ചെടിച്ചട്ടിക്കൊക്കെ ഓട്ട കുത്തുക കേട്ടോ. അതിൻ്റെ തിരക്കിലാണ് ഇവിടെ. അപ്പോൾ മഴക്കാറൊക്കെ ഒന്ന് മൂടി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മഴ ചെയ്താലും മതില്ല കേട്ടോ. അല്ലേ ഏട്ടാ? ഫസ്റ്റ് ഞങ്ങൾ ഇതിലാണ് കേട്ടോ. ഇതിൽ ഈ 2 പന റെഡി. പനല്ല, ഇതിനെന്തൊരു പേരുണ്ട്. ചെടികളെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. 4 ചകിരി വെച്ച് സെറ്റ് ആക്കാം കേട്ടോ. ഓണൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ മര വെച്ച സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇതെന്തോ ഒരു കസ്റ്റൻ അവിടെ കൊണ്ട് വെച്ചില്ല. അമ്മ അവിടെ കുടുങ്ങി. അമ്മ ഇപ്പൊ കൊരങ്ങനായി, മങ്കിയായി മങ്കി. നെക്സ്റ്റ് ഏതാവോ? അമ്മയും മകൻ നല്ല പണി. ഞാനും ഇവിടെ കണ്ടോ പണി ഉണ്ടാക്കുക ചെയ്യണേ. ആ ജഗ്ഗിൽ ഞാൻ ഫുള്ള് വെള്ളം ഫുള്ള് തട്ടിമറിച്ചു. ഒരു പണി എടുക്കൂല, പണി എടുക്കാൻ സൂയിപ്പാക്കും ചെയ്യും. ഹൈ, ഇങ്ങനെ ഒരു സാധനം. ഇപ്പം ഏട്ടൻ എങ്ങോട്ടാണെന്നല്ലേ, ഇവിടെ നമുക്ക് ആദ്യം ഫുള്ള് പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ ഒക്കെ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ പുല്ലുകളായിരുന്നു ഫുള്ളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോയി നമ്മൾ ആദ്യം മുതൽ വീണ്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പം അങ്ങോട്ടുള്ള മണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. നമ്മൾ ഇപ്പോൾ ഈ കണ്ടില്ല പെയിൻറ്റിൻ്റെ ആ ലെവലിലായിരുന്നു കേട്ടോ ആദ്യം മണ്ണൊക്കെ ഇട്ട് നമ്മൾ ഇതാക്കിയത്. ചെടി ഫിനിഷ്. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. ഇതാണ് സുഖമാണ്. ഇങ്ങനെ പൊട്ടിച്ചിട്ട് പണ്ടത്തെ പെണ്ണുങ്ങളല്ല ഇപ്പത്തെ പെണ്ണുങ്ങൾ. കൂട്ടായിക്കുന്ന പെണ്ണുങ്ങൾ. ദേവട്ടം തളർന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ബാക്കിയുള്ള മണ്ണുകളൊക്കെ ഏട്ടത് അവിടെ ചാക്കിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാട് മൂടിയ സ്ഥലമൊക്കെ ഇപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ടോ. കുറച്ചുകൂടി പുല്ല് പറിക്കാണ്ട്. സമയം 2 മണി ആവാനായിട്ട്. അതുപോലെ ഇവിടെയും കുറച്ച് ഇതുണ്ട്. ഇതും റെഡിയാക്കണം. അത് നമുക്ക് മണ്ണുണ്ട്, പക്ഷേ ചട്ടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെച്ചതാട്ടതൊക്കെ. പിന്നെ നമ്മൾ അത്തിമരത്തിൻ്റെ അവിടെ ഒരു 4 ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സൈഡിൽ തൂക്കാനാട്ടോ. ഇപ്പോൾ തൂക്കണില്ല, വിശക്കുണ്ട്. ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയാണ്. ഇപ്പോൾ നല്ല തൂങ്ങിയിട്ടുണ്ട്. ഇത് ഈ വല കൊണ്ട് നിൽക്കില്ല, നമുക്ക് കമ്പി ഇട്ടിട്ട് സെറ്റ് ചെയ്യാണ്ട്.
അപ്പോൾ അതിൽ നിന്ന് വളര് നോക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ വളർന്ന് പന്തലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത ആഴ്ചയായിട്ട് നമുക്കത് ഇൻഡസ്ട്രി വർക്ക് കൊണ്ട് കമ്പി ഇടണം. അപ്പോൾ ഫൈനലി നമ്മുടെ വർക്ക് ഇതാട്ടോ. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുള്ളൂ. 9 മണിക്ക് തുടങ്ങി പണിയാണ്. വെറും വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. 5 മണിക്ക് ഒരു അടുക്കളൊരു പണി ഒരുങ്ങിയിട്ടില്ല. ഇനി ആദ്യം തൊട്ട് ചോറുണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. സമയം 2 മണി. 9 മണി മുതൽ 2 മണിയുടെ അടുത്ത പണിയാണ് നിങ്ങൾ കണ്ടേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ സംഭവം രസമൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല പണി വരുന്നുണ്ട്. തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും കുഴഞ്ഞിട്ടാ കുറേ നേരം ഞങ്ങളെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ TV കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റേ വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ. സീ യു.